ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത രീതിയിൽ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ കൊത്തമരപ്പയർ ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു 1/2 കിലോയോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊത്തമരപ്പയർ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് ചേർക്കാനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി വറ്റൽമുളകിന് പകരം ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളി വഴറ്റുന്ന സമയത്ത് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും മാറ്റി കൊടുക്കാം. സവാളക്ക് പകരം നമുക്ക് ചുവന്നുള്ളി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 2 പച്ചമുളകൊന്ന് നെറുകെ കീറി അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി മുളകെല്ലാം ഒന്ന് വെന്ത് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തവരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റോളം നമുക്കിത് ഇങ്ങനെ ഒന്ന് വേവിച്ച് ഒന്ന് അടുപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കൊത്തവര ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. ഇതിന് മുൻപ് നമുക്ക് കിച്ചണിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കണേ. ചതച്ച തേങ്ങയും ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങയെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കയ്പില്ലാത്ത നമ്മുടെ കൊത്തവര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊത്തവര നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും എല്ലുകൾക്ക് ബലം നൽകാനും പ്രമേഹ രോഗം നിയന്ത്രിക്കാനും അമിതഭാരം കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൊത്തവര വാങ്ങാത്തവരും കയ്പ് കാരണം വാങ്ങാത്തവരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഒട്ടും തന്നെ കയ്പ് ഫീൽ ചെയ്യില്ല. എന്നാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.